ഹലോ ഗൈസ്, ഐ ആം മാനസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BSc നഴ്സിംഗ് അഡ്മിഷനെ കുറിച്ചാണ്. കേരളത്തിൽ നമുക്കറിയാം LBS ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 2-നാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ബേസിക് രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. നമ്മുടെ ബേസിക് ആയിട്ടുള്ള SSLC, ആധാർ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്ത് നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തെടുക്കുകയും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുകയും വേണം. ഈ യൂസർ നെയിമും പാസ്വേഡും വെച്ചുമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാക്കിയുള്ള LBSലെ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് ജൂലൈ 2-നുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ജൂലൈ 2-ന് ശേഷം നമ്മുടെ റാങ്ക് ലിസ്റ്റ് പ്രകാരം നമുക്ക് ഇവിടെ അഡ്മിഷൻ വേണോ, കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് അപ്പോൾ ഉറപ്പിക്കാൻ പറ്റും. നമ്മുടെ റാങ്ക് ലിസ്റ്റ് നമ്മുടെ ഇൻഡെക്സ് മാർക്കിൻ്റെ ബേസിൽ വരുന്നത് ഈ ജൂലൈ 2-ന് ശേഷമാണ്. അത് വന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് കോളേജുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാനും അതുവഴി നമുക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനും അഡ്മിഷൻ എടുക്കാനുള്ള അവസരം തുടങ്ങുന്നതാണ്. ആദ്യമായിട്ടും പറയാനുള്ളത്, നമ്മുടെ റാങ്കിൻ്റെ ബേസിലായിരിക്കും നമുക്കിവിടെ അഡ്മിഷൻ കിട്ടുന്നത്. ഇപ്പോൾ LBSലെ കാര്യം, LBSൽ നമുക്ക് റാങ്കിൻ്റെ ബേസിലായിരിക്കും നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എത്ര മാർക്ക് വരെയുള്ളവർക്ക് കിട്ടും എന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് ഇത്ര മാർക്കുണ്ട്, എനിക്ക് ഇന്ന കോളേജിൽ അല്ലെങ്കിൽ കേരളത്തിൽ അഡ്മിഷൻ കിട്ടുമോ? നമുക്ക് അങ്ങനെ ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല എനിക്ക് ഇത്ര മാർക്കുണ്ട്, ഇന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷം പാസ് ഔട്ടായവർ മാത്രമായിരിക്കില്ല ഒരിക്കലും ഇവിടെ ഈ വർഷം അപ്ലൈ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷമോ അതിന് മുന്നത്തെ വർഷമൊക്കെ പാസ് ഔട്ടായവർക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ അഡ്മിഷൻ എടുത്ത വർഷത്തെ വെച്ച് നോക്കുമ്പോൾ, ഞാൻ അഡ്മിഷൻ എടുത്ത വർഷം കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം, അതായത് 2023-24 ആ ഒരു ടൈമിലാണ് ഞാൻ അഡ്മിഷൻ എടുക്കുന്നത്. ആ ഒരു ടൈമിൽ 275 വരെയൊക്കെയാണ് അഡ്മിഷന് വന്നിട്ടുള്ളത്, 275 വരെ. അതിനുശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം, അതായത് 25-26 എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു 270-ൻ്റെ അടുത്ത് തന്നെ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ ഈ വർഷം നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടാവാം, ചാൻസ് ഇല്ലാതിരിക്കാം. അത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷവും എത്ര വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുന്നു എന്നതിനൊക്കെ അനുസരിച്ച് മാത്രമായിരിക്കും ഇരിക്കുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്കിലും ഒരു അപ്രോക്സിമേറ്റ് കണക്ക് പറയുകയാണെങ്കിൽ ഒരു 280-യുടെ എബവ് ഉള്ളവർക്ക് ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അവരിവിടെ വെയിറ്റ് ചെയ്തോളാം. ബാക്കി 270 to 280 വരുമ്പോൾ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്, പക്ഷെ കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? അവർ പുറത്തൊരു കോളേജ് കൂടെ കൺഫേം ചെയ്തിട്ടേക്കുക. ഇനി പുറത്ത് അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അഫിലിയേഷൻസ് എല്ലാം ഉണ്ടോയെന്ന് അറിയണം. കാരണം ഒരുപാട് ഫേക്കായിട്ടുള്ള ഏജൻസികളുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഫേക്കായിട്ടുള്ള യൂണിവേഴ്സിറ്റികളും സിറ്റികളും അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അഡ്മിഷൻ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് മാത്രം അഡ്മിഷൻ എടുക്കുക. എല്ലാ തരത്തിലുള്ള അഫിലിയേഷൻ അവിടെ ഉണ്ടോ, എല്ലാ ഫെസിലിറ്റീസും ഉണ്ടോ, കോളേജെല്ലാം ചെന്ന് പോയി കണ്ടതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കുക. അവിടെ ചെന്നിട്ട് പിന്നെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ ഒരു അഫിലിയേഷൻ ഇല്ല എന്ന് പറഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരിക്കലും അടച്ച ഫീസ് പോലും തിരിച്ച് കിട്ടണമെന്ന് നിർബന്ധമില്ല. അതാണ് ഇത് പുറത്ത് അഡ്മിഷൻ എടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം. പിന്നെ ഇവിടെ അഡ്മിഷൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവർ മാക്സിമം വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം ഒരു 13 അലോട്ട്മെൻറ്റുകളോളം വരുന്ന വലിയ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്, LBS എന്ന് പറയുന്നത്. അതിൽ റിസർവേഷന് മാത്രമായിട്ട് സെപ്പറേറ്റ് അലോട്ട്മെൻറ്റുകൾ നടക്കുന്നുണ്ട്, റിസർവേഷൻ കാറ്റഗറികൾക്കുള്ള അലോട്ട്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് ഇവിടെ കിട്ടണം അല്ലെങ്കിൽ ഇവിടെ പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ മാക്സിമം എല്ലാവരും തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് തീരുന്നത് വരെയും വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ ലാസ്റ്റ് അലോട്ട്മെൻറ്റിലോട്ടൊക്കെ ആയിരിക്കും നമുക്ക് അഡ്മിഷനൊരു ചാൻസ് വരുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് NRI കോട്ടയെ കുറിച്ചാണ്. LBSൽ ഇപ്പോൾ നമുക്കറിയാം PNC MAC അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ NRI കോട്ട വരുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ നമുക്ക് LBSലും NRI കോട്ട വരുന്നുണ്ട്. LBSൽ NRI കോട്ട വരുന്നത് സിമറ്റ്, സിപാസ് പോലുള്ള കോളേജുകളിലാണ്. അവിടെ അവരുടെ സീറ്റിൻ്റെ കുറച്ച് പെർസെൻറ്റേജ് സീറ്റുകൾ NRIക്കായി മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ NRI കോട്ടയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഒരു കുറച്ചുകൂടെ മാർക്ക് താഴോട്ടുള്ളവർക്കൊക്കെ കിട്ടാൻ ചാൻസ് വരുന്നുണ്ട്. NRI കോട്ടയിൽ അങ്ങനെ പ്രത്യേകിച്ച് റിസർവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് സർട്ടിഫിക്കറ്റ്സ് NRI കോട്ടയിൽ വരുമ്പോൾ കുറച്ചുകൂടെ അധികം സർട്ടിഫിക്കറ്റ്സ് വേണ്ടതാണ്. അത് നമ്മൾ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവിടെ കോളേജിൽ കൊടുക്കുകയും വേണം.
അത് NRI കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവർ അതിനാവശ്യമുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഒന്നും അവർക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ കാണിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സീറ്റ് നഷ്ടപ്പെട്ടു പോകാനും അതൊരു ഇഷ്യൂ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് റിസർവേഷനുള്ളവർ അവരുടെ റിസർവേഷൻ കാണിക്കാനുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും കയ്യിൽ കരുതേണ്ടതാണ്. കാരണം നമുക്ക് അഡ്മിഷൻ കിട്ടി നമ്മളൊരു കോളേജിൽ ചേരാൻ പോകുന്ന സമയത്ത് അവർ റിസർവേഷൻ കാണിക്കാനുള്ള സർട്ടിഫിക്കറ്റ്സ് ചോദിക്കുമ്പോൾ, ഇപ്പോൾ കാസ്റ്റ് ആണെങ്കിലും നേറ്റിവിറ്റി ആണെങ്കിലും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിലും എന്ത് തന്നെ ചോദിച്ചാലും നമുക്കത് കൊടുക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ആവശ്യമുള്ളൊരു കാര്യമാണ്. അതില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഇഷ്യൂ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നമുക്ക് ഞാൻ സമയം പോലെ ഡൗട്ടെല്ലാം കൂടെ നോക്കി ഒരു വീഡിയോ കൂടെ ചെയ്യാൻ ശ്രമിക്കാം. അത് മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് വിദ്യാർത്ഥികളിലോട്ട് BSc നഴ്സിംഗ് കേരളത്തിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളിലോട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കാം. താങ്ക് യു.